PC ജോർജ് 2 മിനിറ്റ്. സർ, അനുകൂലിക്കാനും പ്രതികൂലിക്കാനുമുള്ള എന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സാർ ഞാൻ സംസാരിക്കാം. ഞാൻ പറയുമ്പോൾ എനിക്ക് ഇടതുപക്ഷത്തോട് ഒരു കടപ്പാടുമില്ല. ഇവിടെ ഇരിക്കുന്ന UDF-നോടും ഒരു കടപ്പാടുമില്ല. നമ്മുടെ NDA യാതൊരു കടപ്പാടുമില്ല. മൂന്ന് മുന്നണിയോട് ഒരു ബന്ധമില്ലാതെ ഈ സഭയിൽ വന്ന് സംസാരിക്കാനാണ്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാനാണ് പൂഞ്ഞാറിലെ ജനങ്ങൾ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണ് സംസാരിക്കുന്നത്. സാർ, കടുപ്പിക്കും, ഞാൻ മിണ്ടാതിരിക്കാൻ നല്ലത്. സാർ, ഞാൻ പറയുമ്പോൾ സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഞാൻ രാവിലെ ചോദ്യോത്തരവേളയിൽ ബഹുമാനപ്പെട്ട EP ജയരാജനോട് നല്ല കാര്യം പറഞ്ഞു കൊടുത്തതാണ്. അദ്ദേഹത്തെ പറ്റി ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഞാനുമായിട്ടുള്ള രഹസ്യ ചർച്ചയൊന്നും എന്റെ മാന്യത കൊണ്ട് ഞാൻ പറയുന്നില്ല, പേടിക്കണം, പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട് സാർ, ഈ സഭയിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹം ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ചിലപ്പോ വളരെ സൗമ്യനായി മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ സംസാരിക്കുന്നു. കാരണം 1067 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തന്റെ കാണിച്ച ആ വൈദ്യുതി മന്ത്രിയാവും ചിലപ്പോ അദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആവും. അവിടെ കുഴപ്പം. അത് പാടില്ല സർ. അത് പാടില്ലെന്ന് പറഞ്ഞ വെറുതെയല്ല സർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ളവനാകണം. ആ നിലയിൽ അദ്ദേഹം പോകുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സർ, ഈ വക്കീലന്മാരെ നിയമനം എത്രയോ ഭീകരമാണ്. ഏത് കള്ളനും വക്കീലാകാം. പണത്തിന് വേണ്ടി എന്ത് വൃത്തികളും പറയുന്ന വക്കീലന്മാരെ നമ്മൾ എന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നത്? എനിക്ക് കള്ളന്മാരെന്ന് ഞാൻ വിളിച്ചിരിക്കുന്നു. അത് പോട്ടെ. ഞാൻ ധനകാര്യമന്ത്രിയോട് പറയുക, നിങ്ങൾക്ക് എത്ര വിഷമം, എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ വിളിക്കുന്നത്. ധനകാര്യമന്ത്രിയോട് ഞാൻ പറയുക, ദാമോദരൻ വക്കീല് വേൾഡ് മുഖ്യമന്ത്രി ഉപദേശകനാണ്. അങ്ങ് ഇവിടെ ഒരു കോടതി ഇട്ട് കൊടുക്കണം. വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കാൻ ഒരു പ്രത്യേക കോടതി. ആ കോടതിയിലെ വക്കീലായിട്ട് ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യാം. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അപമാനമല്ലേ ഇത്? ഒരു വക്കീലായിട്ട് മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുക്കുക, എതിർകക്ഷികൾ സാന്റിയാഗോ മാർട്ടിനും കൊള്ള സംഘത്തിനും വേണ്ടി കോടതി പോയി വാദിക്കുക, അതിനുവേണ്ടി പിന്തുണ കൊടുക്കുക നിങ്ങൾ ചെറുപ്പക്കാർ. അപമാനകരമാണ് സാർ ഇത്. ബഹുമാനപ്പെട്ട ഐസക് മന്ത്രി ഒരു കോടതി തിരുവനന്തപുരത്ത് ഇട്ടുകൂടെ ഇവിടെ ഇരുന്ന് വാദിക്കും പ്രതിക്കും വേണ്ടി കാശുണ്ടാക്കട്ടെ. പണമാണല്ലോ ഇവരുടെ ആഗ്രഹം. പണത്തിന് വേണ്ടി ഇങ്ങനെ വക്കീലന്മാർ പെരുമാറാവും. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് സാർ. സാർ, അതുപോലെ തന്നെ നമ്മുടെ KSRTC ഇന്ന് എവിടെ പോയി നിൽക്കുക? KSRTC ഒരു 3 കോർപ്പറേഷനായിട്ട് വിഭജിച്ചാൽ എന്താ കുഴപ്പം? പിണറായി വിജയൻ നോക്കിയാൽ നടക്കും. അതുകൊണ്ട് പറയുക, അത് ഇലക്ട്രിസിറ്റി ബോർഡ് എങ്ങനെ നന്നാക്കി 1067 മെഗാവാട്ട് വൈദ്യുതി 2 കൊല്ലം കൊണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചു? അതേ മാനസിക നിലയോടുകൂടി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ശ്രമിച്ചാൽ KSRTC ലാഭകരമാക്കി മാറ്റുന്നത് കാണാൻ കഴിയും. ഒരു 3 കോർപ്പറേഷൻ ആക്കണം സാർ. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് 3 കോർപ്പറേഷൻ. അതുപോലെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ഇന്റർസ്റ്റേറ്റ് സർവീസ് വേറൊരു കോർപ്പറേഷൻ. അങ്ങനെ 4 കോർപ്പറേഷൻ ആക്കണം സാർ. KSRTCക്ക് വേണ്ടി ശമ്പളം മേടിച്ചു കൊടുക്കുന്ന വെറും തൊഴിലാളിയായി ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി മാറാവോ? ട്രാൻസ്പോർട്ടിലെ തൊഴിലാളികൾക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കുന്ന ഏജൻസി പണിയാണോ ട്രാൻസ്പോർട്ട് മന്ത്രിക്കുള്ളത്? ധനകാര്യമന്ത്രി ഒന്ന് ആലോചിക്കാൻ, മാറ്റണം. 4 കോർപ്പറേഷനാക്കി മാറ്റിക്കൊണ്ട് KSRTCയെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ ഖജനാവിലെ പണം ചോരുന്നത് നിർത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സാർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ശരി, സമ്മതിച്ചിരിക്കുന്നു. എന്റെ അയൽവാസി ഞാനൊന്ന് ബഹുമാനിക്കണമല്ലോ. ഞാൻ അനുകൂലിക്കുന്നും പ്രതികൂലിക്കുന്നുമില്ല, നിർത്തിയിരിക്കുന്നു.